ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് ഈ പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ പൊടി ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ റേഷൻ കടയിലൊക്കെ പൊടി എല്ലാവരുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടിയുടെ പാക്കറ്റായാലും മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. കാരണം ഈ തവിടൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും നല്ലതാണ്. അപ്പോൾ പൊടി നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറേ തവിടുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കളയുക. ഇങ്ങനത്തെ ഒരു അരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അരിഞ്ഞ് വരും കേട്ടോ. പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാൻ പറ്റും. അരിച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ബീട്രൂട്ട് വേണം. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം മതി. അത് നിങ്ങൾക്ക് എന്തോരം പൊടി ഉണ്ടോ അതനുസരിച്ച് ബീട്രൂട്ട് ഇടുക. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. നല്ല കുഴമ്പ് രൂപത്തിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ കളറ് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എൻ്റെ മോന് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറിലൊക്കെ അപ്പം കാണുമ്പോൾ കഴിക്കാനൊക്കെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ കയ്യിൽ കോരി ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ട ആ വലിപ്പത്തിൽ കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കുഴമ്പ് രൂപത്തിലിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പരന്ന് കിട്ടിക്കോളും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പരത്താൻ വേണ്ടി. ഇങ്ങനെ രണ്ട് കറക്കിയാൽ മതി. നമ്മളിപ്പോൾ കടലക്കറിയുടെ കൂടെ ആയിട്ട് അപ്പം കൊടുത്തത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.